ഇപ്പോൾ ഈ കാണുന്ന ഈ ചെക്ക് ഡാമിൻ്റെ അവസ്ഥ ഭയങ്കര ശോചനീയമാണ്. എല്ലാ തവണ ഇവിടെ മെയിൻ കുഴി ഉരുൾ പൊട്ടുമ്പോൾ ഈ ചെക്ക് ഡാമിന് ഇവിടെ കമ്പം തടിയും നിറയും. ഇത് എല്ലാ തവണയും വന്നിട്ട് ഇവരിങ്ങനെ കമ്പം തടി മാറ്റലല്ലാതെ ഇവിടെ ജില്ലാ പഞ്ചായത്തിന് ഫണ്ടില്ല. കമ്പനി മാറ്റി സാധാരണക്കാർ നാട്ടുകാരാ മാറ്റുന്നു. ജില്ലാ പഞ്ചായത്തിന് ഫണ്ടില്ല. ജില്ലാ പഞ്ചായത്ത് ഞാൻ പോയി ജില്ലാ പഞ്ചായത്ത് ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി പ്രസിഡന്റിനെ കാണാം. പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തിലെ സജീവനം പറയുന്നത് ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല, പിന്നെ ഞങ്ങൾ ഫണ്ട് വെക്കും ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാ തവണയും പറയും. ലാസ്റ്റ് ടൈമിൽ ഞാൻ പോയി പ്രസിഡന്റിനോട് സംസാരിച്ചപ്പോൾ പ്രസിഡന്റ് ഇത് തന്നെയാ പറഞ്ഞ് ഞങ്ങൾ ഉടനെ റെഡിയാക്കും. ഈ കാണുന്ന പറമ്പ് ഈ കാണുന്ന പറമ്പുകൾ മൊത്തം നമ്മുടെയാണ്. ഇവിടെ എല്ലാ തവണ ഈ സൈഡ് വരെ ഡിആർ കിട്ടിയതാണ്. ഡിആർ കിട്ടി ഇപ്പൊ റീസെന്റ് 10,000 രൂപ മുടക്കി ഞാൻ കല്ല് കിട്ടിയതും കൂടാ. അത് മൊത്തം പൊളിഞ്ഞു പോയി. എങ്ങനെ പൊളി? ഇവിടെ കമ്പം തടി അടിച്ചു കഴിഞ്ഞാൽ എന്റെ പറമ്പിൽ കൂടെ വെള്ളം പോകുന്നത്. വെള്ളം പോകുമ്പോൾ ഇവിടെ വെള്ളം നിറയും. വെള്ളം നിറഞ്ഞത് മൊത്തം വീണ്ടും പോകും. വീണ്ടും നമ്മൾ കിട്ടും. വീണ്ടും മണ്ണടിക്കും. പണ്ട് മണ്ണ് ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു. ഇന്ന് മണ്ണിന് 1,500 രൂപ 150 ടിപ്പറിന്. ഇവിടെ മണ്ണടിച്ചിട്ട് യാറ് കൊണ്ടുപോകാനാണെങ്കിൽ പിന്നെ നമ്മളതിനെ കെട്ടുന്നത്. ഇവർ ഈ ചെക്ക് ഡാം പൊളിച്ചു പണിയാത്തടത്തോളം കാലം ഇവിടെ ശാപമോശം ഉണ്ടാകുകയല്ല. ഇതെല്ലാ തവണ ജനീഷ് അടക്കം വന്ന് ഇവിടെ വന്ന് നോക്കും, ഫോട്ടോ എടുക്കും. ശരിയാണ്, ഇവരിവിടുത്തെ MLA ആണ്, പ്രസിഡന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, അവരുടെ ജോലിയാണ്. സ്വന്തം നാട്ടുകാർ തന്നെ ഇതിനെക്കുറിച്ച് നന്നായിട്ടറിയാം. അവര് തന്നെ ഇവരവിടെ ഇവിടെയും പോയി കോന്നിയിലും പിന്നെ കൂടലിലും കലഞ്ഞൂരും പോയി എല്ലാം പണിയും. നമ്മുടെ ഇവിടത്തേക്ക് ഒരു റോഡിന്റെ അവസ്ഥ ഇത് തന്നെ. അത് കഴിഞ്ഞ് പണിയേണ്ട ഈ റോഡിന്റെ കൂട്ടത്തിൽ ഈ പാലം പണിത് മാറിക്കഴിഞ്ഞാൽ ഇത്രയും വെള്ളപ്പൊക്കം കേറത്തില്ല. ഈ വീടുകളൊന്നും കേറത്തില്ല. അക്കരെ എത്ര വീടുകളുണ്ട്. ശരിയാണ്, അതിന് മുകളിൽ കൂടെ വേറെ വഴിയുണ്ട്. ഇതിലേ പോകുന്ന എത്ര വീടുകളുണ്ട്. ഒറ്റപ്പെട്ടു പോയി. ഈ കലിങ് പോലത്തെ സാധനം പൊളിച്ചിട്ടേക്കുന്ന ഇവിടെ തട്ടിക്കൂട്ട് പണിതിട്ട് ഒരാഴ്ച ഞാൻ പൊളിഞ്ഞു പോയി. അതെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. ഞങ്ങൾ ഉടനെ പണിയുമെന്ന് പറഞ്ഞു. ആ തെങ്ങിന്റെ ഇടയിൽ ഒരു ശകലം മണ്ണില്ല. എത്ര മണ്ണിട്ടാലും ഇന്ന കാര്യം? ഇത്രയും രീതിയിലല്ലേ വെള്ളം പോകുന്നത്. അക്കരെ കൂടെ ഇത്രയും വെള്ളം പോവാം. ഇതിന് ഒരു ശാമോശം കിട്ടണ ഇവിടുത്തെ ആൾക്കാർ ഒന്നിച്ചേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ആൾക്കാർ പല തട്ടാം. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അവിടെയുള്ളവർ പറയുന്ന പോലെ നമ്മൾ ഇടയ്ക്ക് വന്ന് സംസാരിക്കും, ഇങ്ങോട്ട് വരത്തില്ല. നിനക്ക് ഇതെന്ന് അറിയാനാണ് ചോദിക്കുന്നത്. ഇടയ്ക്ക് വന്ന് സംസാരിക്കേണ്ടത് നമുക്ക് ജീവിക്കണ്ടേ? ഇവിടുത്തെ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ രീതി ചെയ്തെങ്കിൽ ഇവിടെ ഫണ്ടിറക്കാൻ പറ്റത്തുള്ളൂ. ഇവർ ഇതിനകത്ത് ശാശ്വത പരിഹാരം വന്ന് ഇവിടെ ഇത് പൊളിച്ച് നല്ല വൃത്തിക്ക് പണിയാത്തടത്തോളം കാലം ഈ സാധനം രക്ഷപ്പെടില്ല. അത് അല്ലെങ്കിൽ എല്ലാ തവണ ഉരുള് പൊട്ടുമ്പോൾ JCB വിളിച്ചുകൊണ്ട് വരും, വലിച്ചു മാറ്റും, വീണ്ടും കമ്പ് തടി അടിയും, വീണ്ടും വലിച്ചു വരും. ഇത് തന്നെ കാലാകാലം ചെയ്യാം. വർഷങ്ങളായിട്ട് ഇത് തന്നെ പരിപാടി. ഒരു ലാസ്റ്റ് ഇപ്പം ഇവർ അറിഞ്ഞു, പിന്നെ ജില്ലാ പഞ്ചായത്തിൽ പോയി സംസാരിച്ച ജില്ലാ പഞ്ചായത്തിലെ സയ്യന അടക്കം പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ ഭരണം കിട്ടിയേ, ഞങ്ങൾക്ക് ഇപ്പോൾ ഫണ്ടില്ല. കാരണം മണക്കേത്ത റോഡ് മുർത്താനിക്ക് മുതൽ പെരുന്നാട് പഞ്ചായത്തും ബാക്കി ചിറ്റാറുമാണ്. അപ്പൊ കുറച്ച് ഭാഗം MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു, ബാക്കി ഭാഗം നമുക്ക് അവിടെ ചെയ്യണം. അതുകൊണ്ട് ഇപ്പൊ ഫണ്ടില്ല, ഫണ്ട് ആവുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. പ്രസിഡന്റ് ചിറ്റാർ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എനിക്ക് 5 വർഷമുണ്ട്, ഞാൻ അവിടെ ജനിച്ചു വളർന്ന 5 വർഷത്തിനുള്ളിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന്. അപ്പൊ 5 വർഷം വെയിറ്റ് ചെയ്യണമെന്ന് അതിനർത്ഥം. പുള്ളിക്കാർ ഉദ്ദേശിച്ചെങ്കിലാണ് ജനീഷ് ഇവിടെ MLA ആകുന്നത്. 3ാം തവണ MLA ആകുന്ന ജനീഷും ഈ വർഷങ്ങളായിട്ട് ഇവിടെ ഭരിക്കുന്ന പാർട്ടിക്കും ഇതുവരെ ഇതിന്റെ കാര്യത്തിൽ നടപടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇവർ ആർക്ക് എന്ത് ചെയ്തിട്ട് എന്നാ കാര്യം? ഇവിടുത്തെ ആൾക്കാർ പൊട്ടന്മാരല്ലേ ഇവരെ ഇന്ന് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഇനി ഒന്നെങ്കിലും ഇവിടെ വോട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ജനങ്ങളത് മനസ്സിലാക്കി ഇനി അതേ ഉള്ളൂ. അതേ നോട്ടയ്ക്ക് വോട്ട് കുത്തുക. അതാ കണ്ടോ പള്ളിയുടെ പറമ്പാന്ന് എനിക്ക് തോന്നുന്നത്. ആ വാഴ എത്ര വാഴ പോയി. ഇവിടെയുള്ള കൃഷികൾ നമ്മുടെ റബ്ബർ, കവുങ്ങ, തെങ്ങ് എല്ലാം പോയി. ഇവിടുത്തെ മൊത്തം സാധനം പോയി. എന്താ കാര്യം? ഇതിനൊരു ശാസ്ത്രപരിഹാരം ഇവർ കൊണ്ടുവരാത്ത പക്ഷം നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത് താല്പര്യം, എനിക്ക് തോന്നുന്നു ഇവർക്ക് കൊണ്ടിട്ടില്ല ഇതുവരെ ദേഹത്ത്. അവർക്ക് തോന്നിട്ടില്ല. അത് തന്നെ. ഇപ്പൊ ഞാൻ സജയനോട് സംസാരിച്ചു. പുള്ളിയോട് സംസാരിച്ച പുള്ളി എന്നോട് പറഞ്ഞ ഡയലോഗ് എന്ന് അറിയാമോ? ഇത് നമ്മളെ കുറെ കേൾക്കുന്ന, നമ്മൾ എത്ര പറഞ്ഞാലും ഇവർക്ക് ഉത്തരവുണ്ട്, റെഡി ആൻസർ ഇവരുടെ കേൾക്കും. പിന്നെ ഇവർക്ക് ഇപ്പൊ എന്നാ പ്രശ്നം? ഇവർക്ക് ഒത്തിരിയൊന്നും പറയാനില്ല. ഇവര് പറയുമ്പോൾ പിന്നെ ഇവിടെ ഞാൻ പറയുന്നതറിയോ, നമ്മളിത് സംസാരിക്കുമ്പോ ഈ 4-5 വീട്ടുകാരായ നമുക്കേ ഉള്ള ആവശ്യം, ബാക്കി ആർക്കും ആവശ്യമില്ല. കാരണം പാറൽ വഴി അപ്പുറത്തൂടെ ഉണ്ട്, 2 വഴിയുണ്ട്, അത് ഉപയോഗിക്കാമല്ലോ. നേരെ ഇടിച്ചോടിന്ന് കയറി കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ ഈ പറമ്പ് പോകുന്നത്രയും കാലം അവരുടെ ദേഹത്ത് കൊള്ളത്തെ. ഞാൻ സജീവനോട് ചോദിച്ചു, ചേട്ടന്റെ പറമ്പാ ഇങ്ങനെ പോകുന്നത്, ചേട്ടൻ വെറുതെ ഇരിക്കുമോ? അത് ശരിയാണ്. ഇതേ ഉള്ളു കാര്യം. കാരണം പിന്നെ ഇത് വേണോന്ന് വിചാരിച്ചാല് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള സജീവനും MLA ജനീഷ് കുമാറും പ്രസിഡന്റും കൂടെ വിചാരിച്ചാൽ, ചിറ്റാർ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ അവരടങ്ങുന്ന വിചാരിച്ചാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതിന് വലിയ ഫണ്ട് ഇത് പണിയാനായിട്ട് കോടികളൊന്നും വേണ്ട. ഇപ്പൊ പുള്ളി പറഞ്ഞു പിന്നെ VD സതീശൻ UDF സർക്കാർ മന്ത്രിസഭ വന്നപ്പം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വെട്ടിക്കുറച്ചെന്ന് പറഞ്ഞു. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് മുമ്പ് 10 വർഷം ഇതാരാ ഭരിച്ചേ?
ഇവിടുത്തെ 15 വർഷമുള്ള MLA ആരാണ്? 10 വർഷമായിട്ട് ഭരിച്ചപ്പോൾ ഈ റോഡ് ഇത് കാണുന്നില്ല. ഇപ്പൊ VD സതീശൻ യു.ഡി.എഫ് സർക്കാർ വന്നപ്പോഴാണോ അടിസ്ഥാന സൗകര്യങ്ങൾ കുറഞ്ഞതിന്റെ പേരിൽ ഫണ്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഇത് ഒഴിവാക്കുന്നത്? 10 വർഷം ഈ 10 വർഷത്തിനിടയും പിന്നെ മീൻകുഴിയിൽ ഉരുളുപൊട്ടിയിട്ടുണ്ട്. അന്ന് ഇവിടെ കമ്പം തടി അടിക്കും. അന്ന് ഇതേ സെയിം പരിപാടിയാണ്. അന്ന് ഇവർക്ക് ഫണ്ടില്ലായിരുന്നു. മഴ എല്ലാ വർഷവും പെയ്യും, എല്ലാ വർഷവും ഉരുളും പൊട്ടും. അന്നൊന്നും ഇവർക്ക് ഫണ്ടില്ല. ഇപ്പൊ ഒരു കാരണം പറയുന്നത് യു.ഡി.എഫ് സർക്കാരാണ്. നമ്മളൊരു സർക്കാരിനെയും അടിച്ചധിക്ഷേപിക്കുന്നില്ല. എല്ലാവരും നല്ലവരാണ്, എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് പരിഗണിക്കുന്നില്ല, അത്രയേ ഉള്ളൂ.